സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നമ്മളൊക്കെ പ്രായമുള്ളപ്പോ നമ്മുടെ പ്രായത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മുടെ ഉമ്മയോട് എന്തെങ്കിലും ഒരു കാര്യം പറയല്, ലൈംഗിക ചൊവ്വയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയല്, ഭാര്യയോട് പറയേണ്ടത് ഉമ്മയോട് പറയല്, ഭാര്യയുമായിട്ട് സംസാരിക്കുന്ന ഉമ്മ കാണല്, ഉപ്പ കാണല്, അതൊക്കെ നമുക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. അതേ, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പരസ്യമായി ഭാര്യയും ഭർത്താവും കൂടി സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. വലിയ ലജ്ജയാ. അതേ സമയത്ത് ഇന്നത്തെ മക്കൾക്ക് ഉപ്പയോട് പറയാൻ, ഉമ്മയോട് പറയാൻ ആരും പറയാനോ കാണുന്നതോ ഒരു ലജ്ജയുമില്ല. നടുറോട്ടിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ കൈയും പിടിച്ചിട്ട് അല്ലെങ്കിൽ വയറും പിടിച്ചിട്ട് അതാ ബൈക്കിലൊക്കെ പോകുന്ന രംഗം വല്ലാത്ത കാഴ്ചയല്ലേ? ലജ്ജയില്ലാത്ത സമൂഹമല്ലേ ഈ ഉമ്മത്തിന് ഖിയാമത്ത് നാളെടുക്കുമ്പോ എന്റെ ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ലജ്ജയല്ലേ? ഈ ലജ്ജയില്ലാത്ത മക്കളെ പിറക്കാൻ കാരണം ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താ? നീയും നിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പരിപൂർണ നഗ്നരായി വെളിച്ചത്തിലായി ലൈംഗികമായി ബന്ധപ്പെട്ടാൽ ആ ബന്ധത്തിൽ നിനക്ക് പിറക്കുന്ന സന്താനങ്ങൾക്ക് ലജ്ജയുണ്ടാവില്ല. ഇമ്മത്തി എഴുതി വെച്ചിട്ടുള്ളത് ഇന്ന് നാം അത് അനുഭവിക്കുകയോ, ഞാൻ ഇന്നവന്റെ കൂടെ പോവുകയോ, അവനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ, കൂടെ ഇറങ്ങിപ്പോകാൻ മക്കൾക്ക് ലജ്ജയില്ലാത്തൊരു കാലം. ഉമ്മ അറിയുന്നതോ ഉപ്പ അറിയുന്നതോ ചേട്ടാനുജന്മാരറിയുന്നതോ യാതൊരു കുളുപ്പുമില്ലാത്ത കാലം. ഇതിനൊക്കെ ഏതുകമായത് നിന്റെ വീഴ്ചയാ. പറഞ്ഞതാരാ? ജീവിതത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് തെറ്റിയിട്ടില്ല. 63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല. ചെറിയത് വലുതാക്കി പറഞ്ഞിട്ടില്ല, വലുത് ചെറുതാക്കി പറഞ്ഞിട്ടില്ല. അവിടുന്ന് പറഞ്ഞതൊന്നും സംഭവിക്കാതിരുന്നിട്ടില്ല. അങ്ങനത്തെ നബിയാ മോനെ പറയുന്നത് കേട്ടോ. ലജ്ജയില്ലാത്ത മക്കൾക്ക് ജന്മം കൊടുക്കരുത്, അതിന് നീ ശ്രമങ്ങൾ നടത്തരുത്.